ഇന്ന് ഞാനൊരു എളുപ്പപ്പണിയിലാട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കുഴച്ച് വെച്ച ചപ്പാത്തി പൊടി ഒന്ന് പ്രസ് ചെയ്തെടുക്കാവേ. പിന്നെ സാധാരണ ചെയ്യണ പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ചപ്പാത്തി കിടന്ന് അങ്ങനെ മെനക്കെടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടുകയും ചെയ്യും, ഒരുപാട് പണിയില്ല കേട്ടോ. അങ്ങനെ എല്ലാ ചപ്പാത്തി പൊടിയും പരത്തി വെച്ചതിന് ശേഷം ഞാൻ ചായ കാച്ചുന്നുണ്ടേ. പിന്നെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പയററി ആട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പൊടി ആശീർവാദിൻ്റെ കേട്ടോ. ആശീർവാദ പൊടി കഴിക്കാനും കുഴക്കാനൊക്കെ അടിപൊളിയാട്ടോ, നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടുകയും ചെയ്യും. പിന്നെ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പിന്നെ പകർത്തിയതിന് ശേഷം പയററി വേറൊരു പാത്രത്തിലോട്ട് ആക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് തിണ്ണയൊക്കെ ഒന്ന് തുടച്ചിരുന്നുണ്ടേ. പിന്നെ ഫുഡൊന്നും ഞാനിപ്പോൾ ഹാളിലോട്ട് കൊണ്ടുപോകുന്നില്ല കേട്ടോ, കാരണം ഇക്കാക്ക് എണീറ്റ് വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം പിടിക്കും. അപ്പോഴത്തേക്കും തണുപ്പായതുകൊണ്ട് തന്നെ ഇതെല്ലാം ചൂടാറി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ അടുക്കളയിലാട്ടോ വെക്കുന്നത്. ഇക്കാക്ക് എണീറ്റ് വരുമ്പോഴത്തേക്കും എല്ലാ ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ നല്ല ഏറൂസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ മേളോണ് ഈ കാണുന്നത്. ഹാളിൽ ഫുള്ള് കളിപ്പാട്ട പരത്തിട്ടേക്കാട്ടോ രണ്ടുപേരും കൂടി. അതെല്ലാം കൂടി ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഞാനും ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ടേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.